of Holy Spirit, but I will say more about presence and absence of Holy Spirit. ആമേൻ. ഇപ്രകാരം അതിന്റെ തലക്കെട്ട് കാണണം പരിശുദ്ധാത്മാവിന്റെ ലക്ഷണങ്ങൾ. പക്ഷെ ഞാൻ ഇപ്രകാരം പറയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും. Yes. Presence and absence of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും. I'm rewriting. It's not the sign of Holy Spirit. It is the presence. I just turned my message. Okay. ആമേൻ. So it is presence and absence of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. I will tell. This message is for everybody. ഇത് ഇവിടെയുള്ള സകലർക്കുമാണ്. How would I know the presence and absence of Holy Spirit? എപ്രകാരം എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും? Holy Spirit is not a new thing in New Testament. പുതിയ നിയമത്തിൽ ഒരു പുതിയ സംഭവമല്ല ഈ പരിശുദ്ധാത്മാവ്. Holy Spirit was always there. പരിശുദ്ധാത്മാവ് എപ്പോഴും It ഉണ്ടായിരുന്നു. was in Old Testament. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. It is in New Testament. പുതിയ നിയമത്തിലും ഉണ്ട്. But the Holy Spirit that was little hidden in the scriptures of Old Testament. പക്ഷേ പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഒന്ന് മറഞ്ഞിരിക്കുകയായിരുന്നു. In the scriptures. വചനത്തിനുള്ളിൽ. Not in the presence. ആമേൻ. സാന്നിധ്യത്തിലല്ല. But in the scriptures you feel like it is little hidden. ആമേൻ. പക്ഷേ ഈ വചനം നാം നോക്കുമ്പോൾ അല്പം ഒന്ന് മറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. In New Testament we will see it is fully present. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എവിടെയും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കാണാം. But to identify and to know the presence and absence, we have to go both from Old Testament and New Testament. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും മനസ്സിലാക്കുവാൻ പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുമിച്ച് പഠിക്കണം. So I am going to bring a story of Old Testament to show you very clearly about the presence and the absence of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും കാണിക്കുവാൻ വേണ്ടി പഴയ നിയമത്തിലെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. So the book of 1 Samuel chapter 11, would you give ushers if you can give one mic to someone who reads in Malayalam. 1 Samuel chapter 11 verse 6 and 7. 1 ശമൂവേൽ 11-ാം അധ്യായം അതിന്റെ 6-7 വാക്യം. In English, when Saul heard their words, the Spirit of God came powerfully upon him, and he burned with anger. He took a pair of oxen, cut them into pieces, and sent the pieces by messengers throughout Israel, proclaiming, "This is what will be done to the oxen of anyone who does not follow Saul and Samuel." The terror of Lord fell on the people, and they came out together as one. Malayalam. ശൗൽ വാർത്ത കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷണം കഷണമായി ഗണ്ണിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടവും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. All right, thank you. We will read 12 and 13 also. Then people then said to Samuel, "Who was it that asked, 'Shall Saul reign over us? Turn these men over to us so that we may put them to death?' But Saul said, 'No one will be put to death today, for this day the Lord has rescued Israel." മലയാളത്തിൽ. അനന്തരം ജനം ശമൂവേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് ആർ? അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിനു ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. How many of you are familiar with this passage? ഈ ഒരു ഭാഗം എത്ര പേർക്ക് നന്നായി അറിയാം? ഇല്ല, സ്റ്റോറി പറയേണ്ടി വരും. Amen. Okay. So only 3 or 4 people are familiar with this. ആമേൻ. ചില 2-3 പേർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. I want to tell you something here. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The particularity of Holy Spirit is that when the Holy Spirit or God's Spirit comes in, everybody will know. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലരും അത് തിരിച്ചറിയുവാനിടയാകും.
Whether in Old Testament or in New Testament. അത് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ. When Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ it comes with power. അത് ശക്തിയോടെ വരും. It comes as if it appears. അത് വെളിപ്പെടുന്ന രീതിയിലാണ് വരുന്നത്. It is manifested. അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാനിടയാകും. But the sad part is, പക്ഷേ ദുഃഖകരമായി when Holy Spirit leaves, പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ nobody knows. ആരും തിരിച്ചറിയുകയില്ല. Even you won't know. നമ്മൾ പോലും അത് മനസ്സിലാക്കുകയില്ല. When it comes, അത് വരുമ്പോൾ you are powerful. ആമേൻ, നാം Start ശക്തിയുള്ളവരാകും. speaking in നാം tongues. അന്യഭാഷയിൽ സംസാരിക്കും. Prophecy. പ്രവചിക്കുവാനിടയാകും. Great things happen. വലിയ കാര്യങ്ങൾ നടക്കും. And you will know, and the rest of the people will know. ആമേൻ, നിങ്ങളും അത് മനസ്സിലാക്കും, മറ്റുള്ളവരും അത് തിരിച്ചറിയും. But when Holy Spirit leaves, പക്ഷേ പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ nobody knows. ആരും അത് മനസ്സിലാകില്ല. This you can see in Old Testament, this you can see in New Testament. ഇത് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നമുക്ക് ഒരുപോലെ കാണുവാനിടയാകും. But before Holy Spirit leaves, പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നതിന് മുമ്പേ He give you several indications. പക്ഷെ ചില ലക്ഷണങ്ങൾ ഒരുപാട് He will ലക്ഷണങ്ങൾ give you തരും. several indications. ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ തരും. If you don't host me now, ആമേൻ, ഇപ്പോൾ നീ എന്നെ പിടിച്ചു if നിർത്തുന്നില്ലെങ്കിൽ, you don't host me now, ഇപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നില്ലെങ്കിൽ I will leave. ഞാൻ പോകുകയാണ്. I will leave. ഞാൻ പോകും. You know, when Samson, how many of you believe Samson was a muscular, body-built person? ആമേൻ, ശിംശോൻ ഒരു വലിയ ബോഡി ബിൽഡർ ആണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? Samson was very strong, right? ശിംശോൻ നല്ല Don't you believe he was a muscular man? ആമേൻ, തനിക്ക് വലിയ മസിൽസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലയോ? Yes, no. ഉണ്ടോ ഇല്ലയോ? He was a strong man, right? താൻ ഒരു ശക്തിയുള്ള വ്യക്തിയല്ലായിരുന്നു. Don't you think he was a muscular man? ആമേൻ, അപ്പോൾ നല്ല മസിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ? No. ഒരിക്കലുമില്ലായിരുന്നു. You know why? എന്തുകൊണ്ടെന്നറിയാമോ? If he was so muscular, തനിക്ക് അത്രയും മസിൽസ് ഉണ്ടായിരുന്നെങ്കിൽ Delilah would never ask him, what is the secret of your strength? ദലീല ഒരിക്കലും ചോദിക്കത്തില്ലായിരുന്നു നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന്. Because if he's a muscular man, who would go and ask Kali, what is the secret of your strength? അവൻ ജയൻ കാലിയുടെ അടുത്ത് ചെന്നിട്ട് ആരെങ്കിലും ചോദിക്കോ നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന്? Nobody. But he was not that muscular. അവൻ അത്ര വലിയ മസിൽസ് ഉള്ള വ്യക്തിയല്ലായിരുന്നു. As the Spirit of God comes, ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ man, he becomes a different person. അവൻ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനായി മാറും. Delilah asked, what is the secret? ദലീല അത് കണ്ടുകൊണ്ട് ചോദിച്ചു ഇതിന്റെ രഹസ്യം എന്താണ്? And Samson said, first time he said, if somebody can bind me with bowstrings, ആമേൻ, ഈ വില്ലിന്റെ ആ ചരടും കൊണ്ട് ആമേൻ അതിൽ 7 നൂലും കൊണ്ട് എന്നെ ഒന്ന് വരിഞ്ഞു മുറുക്കിയാൽ my strength will go. എന്റെ ശക്തി അവിടെ നിന്ന് പോകും. This guy should have known right then that enemy is behind his secret. ആ സമയത്ത് തന്നെ തിരിച്ചറിയണമായിരുന്നു ശത്രു തന്റെ ആ രഹസ്യത്തിന് പിന്നാലെയായിരുന്നെന്ന്. But she did that. ആമേൻ, ആ She പുള്ളിക്കാരി bound him with 7 strings. ആമേൻ ദലീല അപ്രകാരം തന്നെ ചെയ്തു. And she cried out, hey, Philistines are coming. ആമേൻ, എന്നിട്ട് നിലവിളിച്ചു, ദാ ഫിലിസ്തീയർ വന്നു. He just broke it. ആമേൻ, താൻ ഒന്ന് And she കുടഞ്ഞെഴുന്നേൽക്കുവാനിടയായി. said, oh, you were tricking me. Come on. You need to tell me what is the secret. അപ്പോൾ ദലീല വീണ്ടും പറഞ്ഞു, അല്ല എന്നെ പറ്റിക്കുകയായിരുന്നു, എന്താണ് രഹസ്യം? Then he said, okay, if you bind me with 7 new ropes, my strength is gone. ആമേൻ, 7 പുതിയ ചരട് കൊണ്ട് എന്നെ മുറുക്കി കെട്ടിയാൽ എന്റെ ശക്തി പോകും. And she did that. അതും ദലീല ചെയ്തു. Even then, this guy didn't understand that he's been tricked. ആമേൻ, എന്നിട്ടും ശിംശോനെ തിരിച്ചറിയുവാൻ കഴിയില്ല തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Actually, God gave him indications. ദൈവം പല ലക്ഷണങ്ങൾ കൊടുക്കുകയായിരുന്നു. One time he slipped. ഒരു പ്രാവശ്യം താൻ വീണുപോയി. Second time he slipped. രണ്ടാമതും വീണ്ടും വീണുപോയി. And then she bound with the new rope. ആമേൻ, പുതിയ ചരട് കൊണ്ടുവന്ന അതും കൊണ്ടും കെട്ടുവാനിടയായി. And then she cries, oh, Philistines are coming. എന്നിട്ട് പുള്ളിക്കാരൻ നിലവിളിക്കുവാനിടയായി, ദാ ഫിലിസ്തീയർ വരുന്നു. He got up and broke the rope. താൻ വീണ്ടും എഴുന്നേറ്റ് ഒന്ന് കുടയുവാനിടയായി. And again this girl is coming. ആമേൻ, എന്നിട്ട് വീണ്ടും ഈ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, Beware of such girls. ആമേൻ, ഇപ്രകാരമുള്ള ചില സ്ത്രീകളെ സൂക്ഷിച്ചോ. Beware of such Delilahs. ആമേൻ, ഇപ്രകാരമുള്ള ചില ദലീലമാരെ ഓർത്തോ. Remember everybody who is anointed. ആമേൻ, അഭിഷേകമുള്ള സകലരും ഓർത്തിരിക്കുക. Not just Delilah. ദലീലമാരല്ല. You know, both sides can happen to both sexes. ആമേൻ, അത് ഇരു ഭാഗത്തു നിന്നുണ്ട്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ. Then this lady came third time. മൂന്നാമതും ഈ സ്ത്രീ വന്നു. You tricked. എന്നെ വീണ്ടും പറ്റിക്കുകയല്ലായിരുന്നു. What is the secret? എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ്? He came close to his secret. ആമേൻ, തന്റെ ആ രഹസ്യത്തിന്റെ ഏറ്റവും അടുത്ത് വന്നു. The third secret said, somebody who will braid my hair 7 times and bind it to a loom, my strength is gone. Amen. See,
in every trick, he was getting close to his secret. ഈ ഓരോ പ്രാവശ്യവും തന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു താൻ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. And now he said, braid my hair in seven braids and loom it. ആമേൻ. ഇപ്പോൾ ശിംശോൻ പറഞ്ഞു, എന്റെ മുടിയാണെങ്കിൽ 7 ആയി പിന്നി അത് എന്നെ കൊണ്ടൊന്ന് കിട്ടാൻ നോക്ക്. And when he was sleeping, she did that. ആമേൻ. താൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദലീല അതും ചെയ്തു. She braided. ആമേൻ. ഇതാ മുടി പിന്നുവാനിടയായി. This guy didn't even understand that. ഈ ശിംശോൻ ഇതും മനസ്സിലാകാം. He slept in the laps of Delilah. ഈ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുവാനിടയായി. And then after doing everything, she cried out, Philistines are coming, Philistines are coming. അത് ചെയ്തതിനു ശേഷവും താൻ നിലവിളിക്കാൻ, ഇതാ ഫിലിസ്തീൻ വരുന്നു, ഫിലിസ്തീൻ വരുന്നു. He just got up, shook his head, everything was okay. ആമേൻ. താൻ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തലയൊന്ന് കുലുക്കുവാനിടയായി, കുടഞ്ഞു കളഞ്ഞു. Actually, God gave him several opportunities. ആമേൻ. പല അവസരങ്ങളാണ് ദൈവം God ശിംശോന് gave him കൊടുത്തത്. several opportunities. പല അവസരങ്ങളാണ് കൊടുത്തത്. After 3 signs, 3 ലക്ഷണത്തിന് ശേഷം she's next verse is like this. ആമേൻ. അടുത്ത വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. Every day she nagged repeatedly asking for the secret. ആമേൻ. ഓരോ ദിവസവും നിർബന്ധത്തോടെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്ന എന്താണ് ഇതിന്റെ രഹസ്യം. And finally this guy said, I have never had razor on my head. The day I have razor, ആമേൻ. I am a Nazarite. So that itself will take away my strength. അവസാനം ശിംശോൻ തന്റെ രഹസ്യം പറയുവാനിടെ, ഞാനൊരു നാസീർ വ്രതക്കാരനാണ്, ഒരിക്കൽ പോലും ക്ഷൗര കത്തി എന്റെ തലയിൽ ചെയ്തിട്ടില്ല. Church, I want to let you know. സഭയോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. Holy Spirit will, when the Holy Spirit is inside you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ several forces that will come. ഒരുപാട് ശക്തികൾ നിങ്ങൾക്കെതിരെ വരും. Maybe in the one attempt you will not lose it. ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടുകയില്ല. Second attempt you might not lose it. ആമേൻ. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ Third നഷ്ടപ്പെടുകയില്ല. attempt you might not lose it. മൂന്നാമത്തെ ശ്രമത്തിൽ നഷ്ടപ്പെടുന്നില്ല. But remember one day, പക്ഷേ ഒരു കാര്യം ഓർത്തു if you are not careful, നിങ്ങൾ if ശ്രദ്ധയില്ലാതായാൽ, you are not in a prayerful attitude, നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നില്ലെങ്കിൽ, enemy is there to take away your strength. നിങ്ങളുടെ ശക്തി എടുത്തു കളയുവാൻ ശത്രു The day നിരന്തരമായി you lose പ്രവർത്തിക്കുന്നു. Holy Spirit, ആ ദിവസം നിങ്ങൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ, the day you lose Holy ആ Spirit, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ, you are worse than anybody else. മറ്റുള്ളവരെക്കാൾ വളരെ മോശമായ Remember, you രീതിയിലായിരിക്കും. will be in a worse situation. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായി With മാറും. Holy Spirit, you are hero. ആമേൻ. പരിശുദ്ധാത്മാവിനോടൊപ്പമാണെങ്കിൽ But നിങ്ങൾ without നായകനാണ്. God, without God, പക്ഷേ ദൈവമില്ലാതെ you are വരുമ്പോൾ just a zero. നിങ്ങൾ വെറും ശൂന്യമാണ്. I want you to praise God. ദൈവത്തെ ഒന്ന് Today മഹത്വപ്പെടുത്താൻ the കഴിയുമോ? Spirit of the Lord want to speak to you. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഇടപെടുവാനുള്ളത് 6 important signs that you will know that the presence or absence of Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ അസാന്നിധ്യമാണോ എന്ന് മനസ്സിലാക്കുവാൻ 6 ലക്ഷണങ്ങൾ. So if you don't know this story, ആമേൻ. ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, this was a time when Saul was after his dad's donkey. ആമേൻ. ശൗല് തന്റെ അപ്പന്റെ കഴുതയുടെ പിന്നാലെ അന്വേഷിച്ചിറങ്ങിയ സമയമാണിത്. Finally he meets Samuel the prophet. അവസാനം ഇതാ പ്രവാചകനായ ശമൂവേലിനെ And കണ്ടെത്തുകയാണ്. Samuel anoints him to be the king of Israel. ഇസ്രായേലിന്റെ രാജാവായി ഇതാ ശൗലിനെ അവിടെ അഭിഷേകം ചെയ്യുകയാണ്. Now actually he's been anointed, ആമേൻ. ഇപ്പോൾ അഭിഷേകം ലഭിച്ചു. but he doesn't have a kingdom, പക്ഷേ രാജ്യത്വമില്ല. he doesn't have a throne, അവൻ സിംഹാസനമില്ല. he doesn't have a palace. ഒരു കൊട്ടാരവുമില്ല. He's living the same thing, അവൻ പഴയതുപോലെ തന്നെ കഴിയുവാണ്. but he's a king. പക്ഷേ ഒരു രാജാവാണ്. He's anointed by God. അവൻ ദൈവത്താൽ അഭിഷേകപ്പെട്ടവനാണ്. Samuel is the prophet. അവൻ പ്രവാചകനായ ശമൂവേൽ. It was during this time ഈ സമയത്താണ് Ammonites came against Israel. ഇസ്രായേൽ ജനത്തിനെതിരെ അമോനിയര് വരുവാനിടയായി. Ammonites, now listen very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. Ammonites came. ആമേൻ. അമോനിയര് വരുവാനിടയായി. They saw that Israelites are like small tribes. ആമേൻ. ഇതാ ചെറിയ ഗോത്രങ്ങളായിട്ടുള്ള വ്യക്തികളായി Ammonites were very powerful. അമോനിയർ വളരെ ശക്തിയുള്ളവരാണ്. And this is what they said. അവർ ഇപ്രകാരം പറഞ്ഞു. They declared a war. അവരൊരു യുദ്ധം പ്രഖ്യാപിച്ചു. They said, അവർ പറഞ്ഞു, if you make a covenant with us, ഞങ്ങളോട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണെങ്കിൽ we will make you our slaves, ആമേൻ, നിങ്ങളെ ഞങ്ങളുടെ അടിമകളാക്കും. but we will not destroy you. പക്ഷെ നിങ്ങളെ നശിപ്പിച്ചു കളയത്തില്ല. But how will we make you slave? പക്ഷെ എപ്രകാരമായിരിക്കും നിങ്ങളെ അടിമകളാക്കുന്നത്? We'll pluck one eye. ഞങ്ങൾ ഒരു കണ്ണ് ചുഴ്ന്നെടുക്കും. Every Israelite we will pluck one eye. എല്ലാ ഇസ്രായേൽ മക്കളുടെയും ഒരു കണ്ണ് ഞങ്ങൾ ചുഴ്ന്നെടുക്കും. That is the covenant. അതായിരിക്കും ഇതിന്റെ ഈ ഉടമ്പടി. That we will pluck one eye, നിങ്ങളുടെ ഒരു കണ്ണ് ഞങ്ങൾ and we will leave you. എന്നിട്ട് നിങ്ങളെ വെറുതെ വിടും. But for lifelong you will be our slaves. പക്ഷെ ജീവകാലം മുഴുവൻ ഞങ്ങളുടെ അടിമകളായിരിക്കും. That's how people used to do in Old Testament. പഴയ നിയമത്തിൽ അപ്രകാരമൊക്കെ ജനം ചെയ്തു വന്നു. Even during New Testament, പുതിയ നിയമത്തിലും slaves were, they have their ears been pierced
plugged in a way to show that they were slaves. പുതിയ നിയമത്തിൽ അടിമകളെ തിരിച്ചറിയുവാൻ വേണ്ടി അവരുടെ കാതുകൾ കിഴിക്കുവാനിടയാകും. So that was a sign of slavery. ആമേൻ. അത് അടിമത്തത്തിന്റെ ഒരു ലക്ഷണമായിട്ട് ചെയ്യുന്നതാണ്. Based on here, this was the announcement to Israel. ആമേൻ. ഈ ഒരു വായിച്ച ഭാഗത്തിൽ ഇത് ഇസ്രായേലിനോട് Now പ്രഖ്യാപിക്കുകയാണ്. listen, Ammonites didn't know that God has raised a king here. ആമേൻ. അമോര്യർക്ക് അറിയത്തില്ലായിരുന്നു ഈ ജനത്തിന് നടുവിൽ നിന്ന് ഒരു രാജാവിനെ ദൈവം ഉയർത്തിയെന്ന്. Ammonites didn't know that one is anointed for a special purpose. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഒരു വ്യക്തി അഭിഷേകം ചെയ്ത് അമോര്യർ അറിഞ്ഞില്ല. Ammonite didn't know that Saul is been anointed and the spirit of the Lord rests in him. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തെന്നും അവന്റെ മീതെ ഒരു ആത്മാവുണ്ടെന്നും അമോര്യർ അറിഞ്ഞില്ല. As the Israelites heard about this, ഈ വാർത്ത ഇസ്രായേൽ ജനം കേട്ടപ്പോൾ they all were scared. അവരെല്ലാം They all ഭയപ്പെടുവാനിടയായി. were scared. അവർ ഭയപ്പെടുവാനിടയായി. And they said, എന്നിട്ട് അവർ പറഞ്ഞു, give us 7 days. അമ്മ ഞങ്ങൾക്ക് 7 ദിവസം തരിക. Give us 7 days to think, അമ്മ ചിന്തിക്കുവാൻ വേണ്ടി 7 ദിവസം തരിക. to make a compromise. അമ്മ ഒരു കോംപ്രമൈസിൽ എത്തുവാൻ വേണ്ടി. And that there begins the story. അമ്മ അവിടെ നിന്നാണ് ആ ചരിത്രം ആരംഭിക്കുന്നത്. So as I progress the story, അമ്മ ഈ ഒരു ചരിത്രത്തിൽ മുമ്പോട്ട് ഞാൻ പോകുമ്പോൾ I will tell you the signs also. അമ്മ അതിന്റെ ലക്ഷണങ്ങളും നിങ്ങളോട് ഞാൻ The പറഞ്ഞു തരാം. first sign that you have Holy Spirit inside you, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നറിയേണ്ട ആദ്യത്തെ ലക്ഷണം, you will attack enemy versus you will agree with enemy. ആമേൻ. നിങ്ങൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുകയാണോ അതോ ശത്രുവുമായി ഒത്തുതീർപ്പിൽ വരികയാണോ? So Saul, he was anointed. ശൗൽ അഭിഷേകം പ്രാപിച്ച The വ്യക്തിയാണ്. whole Israelites were terrified. ഇസ്രായേൽ ജനം മുഴുവൻ ഭയത്തിലാണ്. They were asking 7 days. അവർ 7 ദിവസം ചോദിച്ചിരിക്കുകയാണ്. As soon as the news came to Saul, അവർ ഈ സൗലിന്റെ കാതിൽ ആ വാർത്ത വന്നപ്പോൾ we read that verse. ആമേൻ നാം അപ്പുറം ആ വാക്യം വായിച്ചത്. He was not a seen king. ആമേൻ കാണപ്പെട്ട ഒരു He രാജാവായില്ല. is not a popular king. ആമേൻ ഇത് അറിയപ്പെട്ട ഒരു He have രാജാവല്ല. not waged a war yet. ഒരു യുദ്ധം പോലും ഇതുവരെ ചെയ്തിട്ടുമില്ല. Don't know any skill. ആമേൻ ഒരു കഴിവുമില്ല. But then what he did, പക്ഷെ എന്താണ് ചെയ്തത്? he went and killed an oxen ആമേൻ ചെന്ന് ഒരു മൃഗത്തെ കൊന്നു. and killed and made it into pieces അതിനെ കഷ്ണമാക്കി and sent to every house of Israel. ഇസ്രായേലിലെ എല്ലാ ഗ്രഹത്തിലും അത് And അയക്കുവാനിടയായി. he said this, എന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, everybody who will not come with Saul and Samuel, ശൗലിനോട് ശമൂവേലിനോടൊപ്പം വരാത്ത ഓരോ വ്യക്തികളും all of your oxen are going to be like this. നിങ്ങളുടെ മൃഗങ്ങളും ഇതുപോലെ കഷ്ണമായി നുറുക്കപ്പെടും. See the thing what he said. എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് Where നോക്കിക്കേ. a good number of people are ready to agree with enemy. ആമേൻ. ശത്രുവിനോട് സംബന്ധത്തിൽ വരുവാൻ ഒരു വലിയ കൂട്ടം ജനം തയ്യാറെടുക്കുമ്പോൾ Compromise with enemy. ശത്രുവിനോട് ഒരു കോംപ്രമൈസിൽ എത്തുവാൻ Saul says, ശൗല് വിളിച്ചു പറയുകയാണ്, no compromise with enemy. ആമേൻ. ശത്രുവിനോട് ഒരു No compromise with enemy. ശത്രുവിനോട് ഒരു ഒത്തുതീർപ്പുമില്ല. The most important thing is this. ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത When ഇതാണ്. you are filled with power of Holy Spirit, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ when the Holy Spirit is inside there, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് you ഉള്ളപ്പോൾ are not compromising with enemy. നിങ്ങൾ ശത്രുവായിട്ട് ഒരു ഒത്തുതീർപ്പുമില്ല. You are in a battle with enemy. പക്ഷേ ശത്രുവിനോട് ഒരു യുദ്ധത്തിലാണ്. Oh, there are so many enemies around us. നമ്മുടെ ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. The sickness is an enemy. രോഗം ഒരു Or ശത്രുവാണ്. every battle is an enemy. ഒരു യുദ്ധവും ഒരു When ശത്രുവാണ്. things comes against you, it's an enemy. നിങ്ങൾക്കെതിരെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഒരു ശത്രുവാണ്. I want to let you know, പക്ഷേ ഞാൻ വിളിച്ചു a പറയട്ടെ, child of God, ഒരു ദൈവ പൈതൽ when you see a battle, നിങ്ങൾ ഒരു യുദ്ധം do കാണുമ്പോൾ not settle it, do not compromise it. ആമേൻ അതിനോട് ഒത്തുതീർപ്പിലേക്ക് ചെല്ലരുത്. When you are with the power of Holy നിങ്ങൾ Spirit, പരിശുദ്ധാത്മ നിറഞ്ഞ you വ്യക്തിയാണെങ്കിൽ will stand against every battle. എല്ലാ ശത്രുവിനും നേരെ നിങ്ങൾ നിൽക്കും. You will rise against everything. എല്ലാത്തിനും എതിരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. I want to charge this church. ആമേൻ ഈ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, When things comes against you, നിങ്ങൾക്ക് എതിരായി വസ്തുതകൾ when it's വരുമ്പോൾ, attacking your faith, നിങ്ങളുടെ when വിശ്വാസത്തിനെതിരായി, it's attacking your family, നിങ്ങളുടെ കുടുംബത്തിനെതിരായി, when it is attacking your children, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായി, when it is attacking your church, നിങ്ങളുടെ when സഭയ്ക്കെതിരായി, it is attacking your health, നിങ്ങളുടെ when it ആരോഗ്യത്തിനെതിരായി, is attacking your finances, നിങ്ങളുടെ when സാമ്പത്തികത്തിനെതിരായി, it is attacking your spiritual life, നിങ്ങളുടെ ആത്മീക when it ജീവിതത്തിനെതിരായി, is attacking your prayer life, നിങ്ങളുടെ പ്രാർത്ഥനാ when it is ജീവിതത്തിനെതിരായി, attacking your meditation life. നിങ്ങളുടെ ധ്യാനത്തിനെതിരായി, Hey, come on, be filled with the power of Holy ഈ Ghost. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Filled with the power of Holy ആ Ghost. പരിശുദ്ധാത്മാവിനാൽ They shall നിറയപ്പെടുക. war against every power of darkness. എല്ലാ അന്ധകാര ശക്തിക്കെതിരെ യുദ്ധം ചെയ്യുക. Say to all negative powers, എല്ലാ നെഗറ്റീവ് in ശക്തിയോട് the name പറയുക, of Jesus, യേശുവിൻ in നാമത്തിൽ, the name of Jesus, യേശുവിൻ I will നാമത്തിൽ overcome it. ഞാൻ അതിനെ അതിജീവിക്കും. Everything that you hear negative,
നിങ്ങൾ കേൾക്കുന്ന സകല നെഗറ്റീവിനും do not settle it with that. ആമേൻ അതിനോട് ഒത്തുതീർപ്പിൽ വരരുത്. ഹല്ലേലൂയ. Do not settle with the negative things. നെഗറ്റീവ് കാര്യത്തോട് ഒത്തുതീർപ്പിൽ When വരരുത്. enemy brings bad news, ആമേൻ ശത്രു ഇപ്രകാരം മോശപ്പെട്ട ദുർവർത്തമാനം do കൊണ്ടുവരുന്നു. not settle saying that, well, okay, I'm a cancer patient, I will die like this. This is what my fate is. No. ആമേൻ അതെ ശരിയായിരിക്കും, എനിക്ക് ക്യാൻസർ ഉണ്ട്, ഇപ്രകാരമായിരിക്കും ഞാൻ മരിക്കുന്നത്, അപ്രകാരം പറയരുത്. Hello? ആമേൻ. Well, my husband is like that. എൻ്റെ ഭർത്താവ് ഇപ്രകാരമാണ്, He will die like that. ആമേൻ ഇപ്രകാരം മരിക്കും, I will also die like that. ഞാനും അതുപോലെ മരിച്ചു പോകും. Well, my wife is like that. എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, What can I do? ഞാൻ എന്ത് My ചെയ്യാൻ? son is like that. എൻ്റെ മോൻ ഇങ്ങനെ My പോയി, daughter is like എൻ്റെ that. മോൾ ഇങ്ങനെ പോയി. You have the anointing of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം You have the നിങ്ങളുടെ anointing of Holy Spirit. നിങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവിന്റെ Come on, I want you to raise your hand. ആമേൻ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് Declare a war against every negative thing. എല്ലാ നെഗറ്റീവ് ശബ്ദത്തിനെതിരെ, Declare a war against every negative thing. എല്ലാ നെഗറ്റീവ് കാര്യത്തിനെതിരെ ഒരു Say, യുദ്ധം I will പ്രഖ്യാപിക്കുക. not settle it. I will not settle ഞാൻ it. ഒരിക്കലും ഒരു കോംപ്രമൈസ് I will not settle it. ഒരു ഒത്തുതീർപ്പിലേക്കില്ല. When these youths were battling with so many things, ഒരുപാട് കാര്യത്തിൽ ഈ ജനങ്ങൾ അവർ യുദ്ധം I ചെയ്തപ്പോൾ know personally they were battling with so many things. അവൻ ഓരോ വിഷയത്തിൽ അവർ വ്യക്തിപരമായി യുദ്ധം ചെയ്ത് I said to Lord, ഞാൻ ദൈവത്തോട് വിളിച്ചു I പറഞ്ഞു, will not settle it, Lord. ഞാൻ ഇതിൽ If you ഒത്തുതീർപ്പില്ല. have kept me here, എന്നെ ഇവിടെ ആക്കിയെങ്കിൽ I will fight back. ഞാൻ തിരിച്ചു I യുദ്ധം want to ചെയ്യും. see them all saved. അവരെല്ലാം I രക്ഷിക്കപ്പെടുന്നത് want to see them all be empowered with Holy Ghost. അവരെല്ലാം പരിശുദ്ധാത്മാവിനെ നിറവിലാക്കി Church, can I കാണണം. see somebody standing with me? എന്നോടൊപ്പം നിൽക്കാൻ എത്ര How many of you are ready to battle? അവൻ എത്ര പേര് How many യുദ്ധത്തിന് are ready to തയ്യാറാണ്? fight? എത്ര പേര് യുദ്ധത്തിന് വേണ്ടി തയ്യാറാണ്? Hallelujah. Hallelujah. When enemy comes against you, നിനക്കെതിരായ യുദ്ധത്തിന് വരുമ്പോൾ say in the name of Jesus, വിളിച്ചു പറയുക, യേശുവിൻ നാമത്തിൽ I fight against you. ഞാൻ തിരിച്ചു യുദ്ധം ചെയ്യുകയാണ്. Hallelujah. Hallelujah. Somebody to give a big hand to the എത്ര Lord. പേർക്ക് കരങ്ങളെ അടിച്ച ദൈവത്തെ Come on, മഹത്വപ്പെടുത്താൻ give a കഴിയും? big hand to the Lord. കരങ്ങളെ അടിച്ച് യുദ്ധത്തിൽ Show your anointing. ആമേൻ നിങ്ങളുടെ Show your അഭിഷേകത്തെ anointing. നിങ്ങളുടെ അഭിഷേകത്തെ ഒന്ന് വെളിപ്പെടുത്തുക. But you will always find some people. ആമേൻ പക്ഷേ അതിലും ചില വ്യക്തികളെ കാണും. They are always negative. ആമേൻ അവരെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. They are always negative. എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഞാനിപ്പോ എന്തോ ചെയ്യാനാ? Now what can I do? ഞാനിങ്ങനെ I mean I'm like this. negative. I mean it's all negative. You know, absence of Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അസാന്നിധ്യമാണ്. When Holy Spirit is lifted up from you, ആമേൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു you മാറ്റുമ്പോൾ will be the most negative person in the family, in the church, in your individual life. ആമേൻ സഭയിലും വ്യക്തിപരമായും കുടുംബത്തിലുമുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് പേഴ്സൺ. എല്ലാത്തിനും കുറ്റം പറയും. I mean you will complain for everything. എല്ലാത്തിനും കുറ്റം. Everything you will find a complaint. Stop doing that. ആമേൻ അപ്രകാരം ചെയ്യുന്നത് Be നിർത്തുക. filled with the power of Holy Spirit. പരിശുദ്ധാത്മാവിനാൽ Be നിറയപ്പെടുക. filled with the power of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ Attack നിറയപ്പെടുക. enemy where he comes. ആമേൻ ശത്രു വരുന്നിടത്ത് പോയി യുദ്ധം ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me speak in the Holy Spirit. പിശാചിന്റെ ആയുധശാലയിലെ Amen. In the weapon, the armory അവന്റെ of evil, പണിപ്പുരയിലെ പണിപ്പുര in his workplace, ആ പണിപ്പുരക്കകത്ത് ഇറങ്ങിച്ചെന്ന പ്രാർത്ഥനാ വീരന്മാർ അവന്റെ എല്ലാ അടിത്തറകളെ ഇളക്കിക്കൊണ്ട് അവൻ എന്തൊക്കെ കെണികൾ ഒരുക്കുന്നു അതിനെ തകർത്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ അഭിഷേകത്തോട് ദൈവജനത്തോട് ദൈവത്തിന്റെ ആലോചന ഞാൻ അറിയിക്കുക. I am saying what the Holy Spirit wants to say. You need to step into the workplace, the armory of the devil, and uproot it in the name of Jesus. Amen. Amen. So, number one thing is you will attack when the presence is there, and when the presence is lifted up or it is absent, you will compromise. Amen. ആത്മസാന്നിധ്യം ഉള്ളപ്പോൾ ശത്രുവിനോട് യുദ്ധം ചെയ്യും. ആത്മസാന്നിധ്യം വിട്ടുപോകുമ്പോൾ ഒത്തുതീർപ്പിലേക്ക് വരും. Did you get it? മനസ്സിലാകുന്നുണ്ടോ? Will this be easy to understand now? ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Huh? All the youths? എളുപ്പമാണോ? Will this be easy to recognize? Amen. ഇത് മനസ്സിലാക്കാൻ Number two. എളുപ്പമാണോ? Number two. രണ്ടാമതായി, When the presence of God is there, ദൈവ സാന്നിധ്യമുള്ളപ്പോൾ you will be courageous. നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും. And when in the absence of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ അസാന്നിധ്യത്തിൽ you will be coward. നിങ്ങൾ ഭീരുക്കളായിരിക്കും. Bible says വചനം വിളിച്ചു പറയുന്നു, in chapter 11 verse 2, ആമേൻ, verse 6, ആറാം വാക്യത്തിൽ, the Spirit of the Lord came upon Saul when he heard the news. ആമേൻ, ആത്മാവിന്റെ ശക്തി ശൗലിന്റെ മീതെ വന്നു അവൻ ആ വാക്ക് കേട്ടപ്പോൾ. Right? As soon as Saul heard the news of enemy, ആമേൻ, ശത്രുവിന്റെ ആ വാർത്ത ശൗല് കേട്ടപ്പോൾ he was powered by Holy ആ Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയായി. Bible says, എന്നിട്ട് വചനം പറയുകയാണ്, what is that? He burned with
This anger is a holy anger. ആമേൻ. ഇത് ഒരു പരിശുദ്ധ കോപമാണെന്ന് This പറയാം. anger is not leading to sin. ഈ ഒരു കോപം പാപത്തിലേക്ക് നയിക്കുന്നില്ല. But he was burning in anger in the power of Holy Spirit to demolish the power of darkness. ആമേൻ. അന്ധകാരത്തിന്റെ ശക്തിയെ തകർത്തു കളയുവാൻ വേണ്ടി ആത്മാവിൽ താൻ Come on, കോപത്തിലാവുകയാണ്. all the youths, I want you to listen this. ആമേൻ. എല്ലാ യുവജനങ്ങളും ശ്രദ്ധിച്ചത് കേൾക്കണമേ. All the elderly people need to listen this. ആമേൻ. മുതിർന്നവരും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. When the bad news comes, ഒരു ദുർവർത്തമാനം കേൾക്കുമ്പോൾ if you have Holy Spirit, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് suddenly ഉണ്ടെങ്കിൽ you will be filled with Holy Spirit. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവ് വരും. Hallelujah. Amen. Bad news കിട്ടുമ്പോൾ ആമേൻ. when you hear the bad news, നിലവിളിക്കുകയല്ല ചെയ്യുന്നത്. not just simply crying out, ആത്മപൂർണ്ണനായിരിക്കുന്ന മനുഷ്യൻ you need to be filled അവൻ with the ആത്മാവിൽ presence of God. നിറഞ്ഞിരിക്കും. You will be filled by the power of ഏത് Holy bad Spirit. news വന്നാലും No matter what bad news അവന്റെ comes. ആദ്യത്തെ attempt അവൻ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കും. I mean, the first attempt should be that you need to worship ഒന്ന് in ദൈവത്തെ the സ്തോത്രം Spirit. ചെയ്യാൻ പറ്റുമോ? Can we just praise God? Hallelujah. Hallelujah. ഡോക്ടറിന്റെ ബാഡ് റിപ്പോർട്ട് ആയിക്കോട്ടെ, Let it be the bad report from the doctor. ഫൈനാൻസിന്റെ ബാഡ് റിപ്പോർട്ട് Or ആയിക്കോട്ടെ, bad report from the finance. ബാങ്കിന്റെ ബാഡ് റിപ്പോർട്ട് A ആയിക്കോട്ടെ, bad report from the bank. ഏത് ബാഡ് റിപ്പോർട്ടും No ആയിക്കോട്ടെ, matter what bad report it is, ആത്മനിറവുള്ളവൻ the one who is filled with അവൻ that ആത്മാവിൽ anointing, നിറഞ്ഞ് I mean, he will filled അവൻ with the ദൈവത്തെ Spirit. സ്തുതിക്കും. He will start to worship God. Hallelujah. Hallelujah. When you hear negative things, I mean, ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ when you hear കേൾക്കുമ്പോൾ, negative things, ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ don't get കേൾക്കുമ്പോൾ, slave with that. I mean, അത് കേട്ടങ്ങ് വീണു പോകരുത്. And the absence of Holy Spirit, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അസാന്നിധ്യത്തിൽ you will become coward. ആമേൻ നിങ്ങൾ ഭീരുക്കളായി മാറും. ഭയങ്കര ഭയമായിരിക്കും. I mean, you will be full of fear. Saul, as soon as he heard, ആമേൻ. ശൗൽ ഇത് കേട്ടപ്പോൾ തന്നെ he was burning in anger, ആമേൻ തന്റെ ഉള്ളിൽ ആ കോപം and ഉയരുവാനിടയായി. he stood against enemy. ആമേൻ ശത്രുവിനെ എതിരെ നിൽക്കുവാനിടയായി. See, courage doesn't mean arrogant. ആമേൻ. ധൈര്യം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നാം അരഗന്റ് ആകുകയല്ല. Arrogance is different. ആമേൻ. അരഗൻസ് വളരെ വ്യത്യസ്തമാണ്. Courageous. ആമേൻ. ധൈര്യമുള്ളവരായി. Nothing will change you. ആമേൻ. എന്നെ ഒന്നിനും മാറ്റുവാൻ Because I കഴിയില്ല. know one thing. കാരണം എനിക്ക് ഒരു കാര്യം അറിയാം. God has appointed me for a time like ആമേൻ. this. ഈ ഒരു സമയത്തേക്ക് വേണ്ടിയാണ് ദൈവം Come on, എന്നെ church. ആക്കിയിരിക്കുന്നത്. How many of you say that? എത്ര പേർക്ക് അത് God പറയുവാൻ has കഴിയും? appointed me in my family. ആമേൻ. എന്റെ കുടുംബത്തിൽ എന്റെ ദൈവം God ആക്കിയിരിക്കുകയാണ്. has appointed me in my church. എന്റെ സഭയിൽ ദൈവം എന്നെ God has സ്ഥാപിച്ചിരിക്കുകയാണ്. appointed me for a time like this. ഇപ്രകാരം ഒരു സമയത്തേക്ക് വേണ്ടി ദൈവം Can I എന്നെ get a good ആക്കിയിരിക്കുകയാണ്. amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Amen. I need to run fast. Number 3. ഞാൻ വേഗത്തിൽ പോട്ടെ. മൂന്നാമതായി, Now, number 3 is when the presence of Holy Ghost comes, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുമ്പോൾ you will serve people നിങ്ങൾ ജനത്തെ ശുശ്രൂഷിക്കുവാനിടയാകും. instead of fearing people. ആമേൻ. ജനത്തെ ഭയപ്പെടുത്തില്ല, അവരെ ശുശ്രൂഷിക്കുവാൻ. Now, you all know the life of Saul. ആമേൻ. ശൗലിന്റെ ജീവിതം നിങ്ങൾക്ക് നന്നായി അറിയാം. See, in verse 6 says, ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് 11:6 says, if you can, 11:6 verse 7. 7 വാക്യം. Whoever does not go out with Saul and Samuel to battle, so it shall be done to oxen. The fear of the Lord fell on people. Right? മലയാളത്തിൽ എങ്ങനെയാ അത്? യഹോവയുടെ ഭീതി ജനത്തിനുമേൽ വീണു. See, this is the difference. ഇതാണ് വ്യത്യസ്തം. When you are filled with the presence of Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ you will not fear people, നിങ്ങൾ ജനത്തിനെ ഭയക്കത്തില്ല, but people will fear God. പക്ഷെ ജനം ദൈവത്തെ ഭയക്കും. Hello. ആമേൻ. In the presence of Holy Spirit, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ you will not fear people, നിങ്ങൾ ജനത്തെ ഭയക്കത്തില്ല, but people because of you will fear. നിങ്ങൾ മുഖാന്തരം ജനം ദൈവത്തെ ഭയപ്പെടും. God will do that. ദൈവം അപ്രകാരം ചെയ്തിരിക്കും. God will do that. ദൈവം അത് ചെയ്തിരിക്കും. ഒരു അഭിഷിക്തനെ നേർക്ക് നിൽക്കാൻ പറ്റുമോ? Amen. Can anyone stand against an anointed person? No. ഒരിക്കലുമില്ല. അവർ മസ്കുലർ ഒക്കെ ആയിരിക്കും. I mean, they might be muscular. 6 അടിയും 10 അടിയും കാണുമായിരിക്കും. They might be 6 or 10 feet long. പക്ഷേ ഒരു അഭിഷിക്തനെ കണ്ണോട് കണ്ണ് ചേർന്ന് But looking face to face, eye to നേർക്ക് eye, നിൽക്കാൻ ഒരുത്തിനെ പറ്റത്തില്ല. no one can stand before an ഈ anointed person. അഭിഷിക്തന് ഭയക്കുന്ന മനുഷ്യനെ അല്ല. Amen. Because the anointed person is not fearing അവൻ a man, ഭയക്കുന്ന അവനെ അപ്പോയിന്റ് ചെയ്ത but ദൈവത്തെയാണ്. he is having fear towards the Lord who ഒരു appointed ദൈവത്തെ him. സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? എല്ലാ ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം Let ചെയ്യാൻ പറ്റുമോ? every believer start When the worshiping God. presence of Holy Spirit is in you, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ you ഉള്ളിലുള്ളപ്പോൾ will not fear people. ജനത്തെ നിങ്ങൾ You ഭയക്കത്തില്ല. will not listen their negative voice. അവരുടെ നെഗറ്റീവ് ശബ്ദം നിങ്ങൾ You will not കേൾക്കില്ല. go behind them. അതിന്റെ പിന്നാലെ നിങ്ങൾ You പോകില്ല. will not be bothered. ആമേൻ. അത് ഓർത്ത് നിങ്ങൾ ബോധറാകില്ല. Why you are bothered? എന്തുകൊണ്ടാണ് Because ബോധറാകുന്നത്? you don't have Holy Spirit. കാരണം പരിശുദ്ധാത്മാവ് When you ഇല്ലാത്തതുകൊണ്ടാണ്. have Holy Spirit, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ people will fear God. ആമേൻ, ജനം ദൈവത്തെ ഭയപ്പെടും. People were not
fearing Saul, ആമേൻ. ജനം ശൗലിനെ അല്ല അവിടെ ഭയപ്പെട്ടത്. but they were ആമേൻ. filled with the fear because of God who anointed Saul. ആമേൻ. ദൈവം ശൗലിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് ജനം ദൈവത്തെ ഭയപ്പെട്ടു. Right? ആമേൻ. Right? ആമേൻ. But think about when the Holy Spirit was lifted away from Saul. ആമേൻ. പരിശുദ്ധാത്മാവ് ശൗലിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഉള്ള ഒന്ന് ചിന്തിച്ചേ. He was fearing everybody. ആമേൻ. ശൗൽ എല്ലാരെയും ഭയപ്പെട്ടു. ആമേൻ. Goliath was challenging. ആമേൻ. ഗോലിയത്ത് അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. Saul was hiding in the camp. ആമേൻ. ശൗലാണെങ്കിൽ കൂടാരത്തിൽ മറഞ്ഞിരിക്കുക. He was scared of Goliath. ആമേൻ. ഗോലിയാത്തിനെ പേടിച്ച് മാറി ഭയന്നിരിക്കുന്നു. He became scared of his own son. ആമേൻ. തന്റെ സ്വന്തം മകനെ തനിക്ക് പേടിയാവാനിടയായി. He was scared of David. ആമേൻ. ദാവീദിനോട് പേടി വരുവാനിടയായി. Friends, I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. You know, when you circle your friends, നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ if they are continuously coming and nagging about somebody else in their absence in your ear, saying all the negative things, the biggest sign of a loser who come and nag you so that you will be filled with negative, and he is trying to pull that good spirit that is inside you away from you. ആമേൻ. നിങ്ങളുടെ ചുറ്റും മറ്റൊരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ ഈ വ്യക്തി പറഞ്ഞ ആ വ്യക്തിയുടെ നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല ആത്മാവിനെ ഈ മറ്റേ വ്യക്തി എടുത്തു കളയുകയാണ്. All the youths, I want to let you know, ഈ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, do not allow any negative things to come inside you. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു നെഗറ്റീവ് കാര്യം കയറുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. Do not allow the fear to come inside you. നിങ്ങളുടെ ഉള്ളിലേക്ക് ഭയം വരുവാൻ സമ്മതിക്കരുത്. Enemy's biggest thing is he will bring fear. ആമേൻ. ശത്രു ഏറ്റവും വലിയത് ചെയ്യുന്നത് ഭയം കൊണ്ടുവന്നാണ്. Rather, when you are filled with Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ you will serve people. ആമേൻ. നിങ്ങൾ ജനത്തെ See, ശുശ്രൂഷിക്കുവാനിടയാകും. who was Saul here? ആരായിരുന്നു ശൗൽ ഇവിടെ? Nobody knows ആർക്കും അറിയില്ല. except God and Samuel. ദൈവത്തിന് ശൗലിനെ മാത്രമേ അറിയത്തുള്ളൂ. Nobody else knows. മറ്റാർക്കും അറിയില്ല. But Samuel started serving king, പക്ഷേ ശൗൽ ഇതാ രാജാവിനെ and സേവിക്കുവാനിടയായി. Saul started serving people. ശൗൽ ജനത്തെ സേവിക്കുവാനിടയായി. He started fighting for people. ആ ജനത്തിന് വേണ്ടി യുദ്ധം He ചെയ്യുവാനിടയായി. went out for fight. യുദ്ധത്തിന് വേണ്ടി He പുറപ്പെടുവാനിടയായി. fought against Ammonites. അമോര്യർക്കെതിരെ യുദ്ധം He ചെയ്തു. got a big victory. വലിയൊരു ജയം ദൈവം This ലഭിക്കുവാനിടയായി. is when the Holy Spirit comes. ആമേൻ. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. സഭയിൽ Everybody cannot serve. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. Everybody cannot serve. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ It കഴിയില്ല. requires a spirit. ആമേൻ. അതിന് ഒരു ആത്മാവ് ആവശ്യമാണ്. Whether whatever capacity you are serving, ഏത് തലത്തിൽ നിങ്ങൾ ശുശ്രൂഷ you ചെയ്യുകയാണെങ്കിലും need a kind of spirit to serve. ആമേൻ. ശുശ്രൂഷ ചെയ്യുവാനും ഒരു ആത്മാവ് അഭിഷേകം ആവശ്യമാണ്. But if you're scared, പക്ഷെ നിങ്ങൾ that ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ means the absence of Holy Spirit is evident in there. ആമേൻ. അതിന്റെ അർത്ഥം അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. Number 4, നാലാമതായി very important one. വളരെ പ്രാധാന്യമുള്ളതാണ്. And the fourth sign is this. നാലാമത്തെ ലക്ഷണം ഇതാണ്. In the presence of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ you will be alongside with authority. അധികാരികളോടൊപ്പമായിരിക്കും നിങ്ങൾ. When the absence of Holy Spirit comes, പരിശുദ്ധാത്മാവിന്റെ അസാന്നിധ്യത്തിൽ you will be against your authority. നിങ്ങൾ അധികാരികൾക്ക് വിരോധമായി നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. Did you hear that word? ആമേൻ. ആ ഒരു വാക്ക് നിങ്ങൾ അവിടെ വായിച്ചു. Verse 7, go back to verse 7. ഏഴാമത്തെ വാക്യത്തിൽ What is that? So he took a yoke of oxen and cut them in pieces and sent them throughout all the territory of Israel by the hand of messengers, saying, whoever does not go out with, come on, whoever does not go out with Saul and ശൗലിന്റെയും പിന്നാലെ പോകാത്തവർ was upon him. ആമേൻ. തന്റെ മേൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ He was very close to Samuel. ആമേൻ. ഇതാ ശമൂവേലിനോടൊപ്പം For ചേർന്നു. everything, Samuel. എല്ലാ കാര്യത്തിനും ശമൂവേൽ Samuel, വേണം. can you pray? ആമേൻ. ശമൂവേലേ ഒന്ന് പ്രാർത്ഥിക്കാമോ? Samuel, can you encourage me? ആമേൻ. എന്നെ ഒന്ന് ധൈര്യപ്പെടുത്താമോ? Samuel, what is the word of God? ആമേൻ. ദൈവത്തിന്റെ ശബ്ദം എന്താണ് ശമൂവേലേ? Samuel, should I go for fight? ഞാൻ യുദ്ധത്തിന് പോകണോ ശമൂവേലേ? Samuel, can I go ahead? ആമേൻ. എനിക്ക് മുമ്പോട്ട് പോകാമോ? That was when the presence of Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ. The day the presence of Holy Spirit was lifted up, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടപ്പോൾ he cannot even put eye to eye to Samuel. ആമേൻ. ശമൂവേലിനെ നേർക്ക് നേരെ നോക്കാൻ പോലും കഴിയാതായി. Never do that. ആമേൻ. ഒരിക്കലും അങ്ങനെ His ആകരുത്. entire life he will not. ആമേൻ. തന്റെ ശിഷ്ടകാലം മുഴുവൻ പിന്നെ ചെയ്യാൻ പറ്റാതായി. What does that mean? എന്താണ് അത് നമ്മളെ We കാണിക്കുന്നത്? all have authorities. നമുക്ക് എല്ലാവർക്കും ഓരോ അധികാരങ്ങളുണ്ട്. In every house, wife, there is an authority over you, that is your husband. ആമേൻ. എല്ലാ ഭവനത്തിലും ഭാര്യമാരുടെ മീതെ ഒരു അധികാരമുണ്ട്, അത് ഭർത്താവാണ്. Kids, you have authority
your parents have authority over you. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മീതെ ഒരു അധികാരമുണ്ട്. Church, your pastor has a spiritual authority over you. സഭയെ നിങ്ങളുടെ ദൈവദാസന് നിങ്ങളുടെ മീതെ ഒരു അധികാരമുണ്ട്. In your workplace, your boss has an authority over you. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേലധികാരികൾക്ക് നിങ്ങളുടെ മീതെ ഒരു അധികാരമുണ്ട്. You know why God has kept these authorities? എന്തിനാണ് ദൈവം ഇപ്രകാരം അധികാരികളെ വെച്ചിരിക്കുന്നത്? These authorities watches and cover your blind spots. ആമേൻ. നിങ്ങൾ കാണാത്ത ഇടങ്ങൾ ഈ അധികാരികളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. As long as you have the unction of Holy Spirit, ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളിടത്തോളം you will walk with authority. നിങ്ങൾ ഈ അധികാരികളോടൊപ്പം നടക്കും. You will walk with authority. അവരോടൊപ്പം നിങ്ങൾ നടക്കും. Hello, are you with me? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Kids, I want to tell you something. ആമേൻ. ഒരു കാര്യം ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ. All the youths, please listen this. എല്ലാ യുവജനവും നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം. Please listen this. ശ്രദ്ധിച്ച് കേൾക്കണേ. Especially those hope from one church to other church to other church. I want to tell you something. ആമേൻ. ഒരു ചർച്ചയിൽ നിന്ന് ചാടി അടുത്ത ചർച്ചിലേക്ക് ഇങ്ങനെ ചാടി പോകുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. Listen very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. Who is covering your blind spot? ആരാണ് നിങ്ങൾ കാണാത്ത ഇടങ്ങളൊക്കെ ഒന്ന് മറച്ചു? You come to Calvary and say, "Oh, that pastor is covering my blind spot." ആമേൻ. നിങ്ങൾ കാൽവറി വന്നിട്ട് പറയും മറ്റേ പാസ്റ്ററാണ് എൻ്റെ കവർ ചെയ്യുന്നത്. You go to that church and then say, and you go to that church and they will say, "Calvary pastor is covering my church." മറ്റൊരു ചർച്ചിൽ പോയിട്ട് നിങ്ങൾ പറയും കാൽവറിയിലെ പാസ്റ്ററാണ് നിങ്ങളെ കവർ I ചെയ്യുന്നത്. want to tell you, പക്ഷെ ഒരു കാര്യം ഞാൻ you നിങ്ങളോട് all വിളിച്ചു need a good spiritual covering. ആമേൻ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആത്മീയമായ സംരക്ഷണം Have ആവശ്യമാണ്. you given your pastor the authority to cover your blind spots? ആമേൻ. നിങ്ങളുടെ കാണാത്ത ഇടങ്ങളൊന്ന് കവർ ചെയ്യുവാൻ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. Yesterday I was speaking to somebody in ആമേൻ. church. ഇന്നലെ സഭയിലുള്ള ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. And I was telling him, you know, he was taking some major decisions. ആമേൻ. ചില വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരുന്നു. And I told him something, and I told him that in this decision, this is something that I fear. ആമേൻ. ഈ തീരുമാനം എടുക്കുമ്പോൾ ഇതാണ് ഞാൻ അതിൽ ഭയപ്പെടുന്നത് എന്ന് ഞാൻ He പറഞ്ഞു. came and shared with me. ആമേൻ. എന്നോട് വന്ന ഇപ്രകാരം And I പറയുന്നത് said, I fear this part. ആമേൻ. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇത് ഭയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. Listen to his word. ആമേൻ. ആ സംസാരം And the person is sitting here. ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. And his word was this. എന്നിട്ട് ഇപ്രകാരം എന്നോട് പറയുവാനിടയായി. Pastor, I didn't see that side. ആമേൻ. ആ ഒരു മേഖല ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നോട് പറയുവാനിടയായി. Friends, പ്രിയ you will ദൈവമക്കളെ, say, I don't need anybody. ആമേൻ. എനിക്കാരും ആവശ്യമില്ല. I have Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. I have God. എനിക്ക് ദൈവമുണ്ട്. Well, Saul had some Holy Spirit. ആമേൻ. ശൗലിനും അഭിഷേകമുണ്ടായിരുന്നു. In New Testament, why did God give you pastors, apostles, evangelists? ആമേൻ. പുതിയ നിയമത്തിൽ എന്തിനാണ് ഉപദേഷ്ടാക്കന്മാര് അങ്ങനെ ഓരോ പാസ്റ്റേഴ്സ് You ഏൽപ്പിച്ചിരിക്കുന്നത്? need a spiritual authority. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആത്മീകമായ അധികാരികളെ Spiritual ആവശ്യമാണ്. authority is like an umbrella. ആമേൻ. ഈ ആത്മീക അധികാരം ഒരു കൊട പോലെയാണ്. You don't know, നിങ്ങൾക്ക് അറിയുകയില്ല. but the spiritual authority is covering you. പക്ഷേ ഈ ഒരു ആത്മീക അധികാരം നിങ്ങളെ Many things that മറയ്ക്കുകയാണ്. is not hitting you. ആമേൻ. ചിലതൊക്കെ നിങ്ങളെ വന്ന് അടിക്കാത്തത്, Many things that is not hitting you. നിങ്ങളെ പലതും വന്ന് സ്പർശിക്കാത്തത്, Because there is a covering over you. കാരണം നിങ്ങളുടെ ചുറ്റും ഈ ഒരു സംരക്ഷണം There is a covering over you. നിങ്ങളുടെ ചുറ്റും ഈ ഒരു Somebody is praying സംരക്ഷണം for you. നിങ്ങൾക്ക് വേണ്ടി ആരോ അവിടെ ഇരുന്ന് Somebody is praying പ്രാർത്ഥിക്കുന്നുണ്ട്. for you. നിങ്ങൾക്ക് വേണ്ടി ആരോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. Kids, I want to tell you, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, you guys may be great musicians. നിങ്ങൾ വലിയ മ്യൂസിഷ്യൻസ് ആയിരിക്കാം. But if you really want to make your career in music, that's fine. Go Hope churches. ആമേൻ. നിങ്ങൾക്ക് യഥാർത്ഥമായി ആ മ്യൂസിക്കിൽ തന്നെ ഒരു കരിയർ ഉണ്ടാക്കണമെങ്കിൽ പല ചർച്ചുകളും ചാടി നടന്നു. Yes, no problem. Go ahead. ഒരു കുഴപ്പവുമില്ല. But if that is not, if you want to play for God's glory, have one spiritual covering and be submissive to the covering. ആമേൻ. പക്ഷേ ഒരു നീ ചെയ്യുന്ന കാര്യം സ്വർഗരാജ്യത്തിൽ മഹിമയ്ക്ക് വേണ്ടി ആകണമെങ്കിൽ ഒരു സഭയിൽ നിന്നുകൊണ്ട് ആ അധികാരിക്ക് കീഴ്പ്പെട്ടായിരിപ്പീൻ. Do you have a spiritual covering? നിങ്ങൾക്ക് ഒരു ആത്മീക കവറിംഗ് ഉണ്ടോ? Why God gave you youth minister? എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു യൂത്ത് Why God has given you a student minister? എന്തിനാണ് നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് മിനിസ്റ്ററെ നൽകി There are തന്നിരിക്കുന്നത്? so many blind spots. ഒരുപാട് കാണാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. You need to be covered. നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. Every pastor need a covering. എല്ലാ ദൈവദാസന്മാർക്കും ഓരോ സംരക്ഷണം Every ആവശ്യമാണ്. pastor need a covering. ഓരോ ദൈവദാസന്മാർക്ക് സംരക്ഷണം ആവശ്യമാണ്. Hello? ആമേൻ. I have pastors with 60s and 70s here. ആമേൻ. 70-60 വയസ്സുള്ള ദൈവദാസന്മാർ And I നമുക്കുണ്ട്. thank God that they come under the umbrella. ആമേൻ. ആ ഒരു കൊടക്കീഴിൽ വരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ദൈവത്തെ I am സ്തുതിക്കുന്നു. your pastor. ഞാൻ നിങ്ങളുടെ ദൈവദാസനാണ്. Do you know I am being covered by several others who are above me? ആമേൻ. എനിക്ക് മീതെയുള്ള മറ്റ് ദൈവദാസന്മാർ എന്നെ മറയ്ക്കുന്നത് നിങ്ങൾക്കറിയാമോ? So I want to let you know, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, when you start hoping, നിങ്ങൾ ചാടി നടക്കുമ്പോൾ
You are not covered. നിങ്ങൾ ആ സംരക്ഷണതയിൽ വെളിയിലാണ്. You are not covered. നിങ്ങൾക്ക് ആ സംരക്ഷണതയില്ല. You need covering. നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണം ആവശ്യമാണ്. Husbands and wives, ആമേൻ. ഭാര്യ ഭർത്താക്കന്മാരെ, I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് be പറയട്ടെ. submissive to the authority. നിങ്ങൾ അധികാരികൾക്ക് കീഴടങ്ങിയിരിപ്പീൻ. Be submissive to your authority. നിങ്ങളുടെ മീതെയുള്ള അധികാരികൾക്ക് കീഴടങ്ങിയിരിപ്പീൻ. You may be earning much more. നിങ്ങൾ ഒരുപാട് അധികം സമ്പാദിക്കുന്നുണ്ടായിരിക്കാം. Yes, that's great. അത് നല്ലതാണ്. That doesn't mean that you can get away from the covering. അതിന്റെ അർത്ഥം നിങ്ങൾ ആ സംരക്ഷണത്തിൽ വിട്ടുപോകാമെന്നല്ല. It may be sounding very bitter. ആമേൻ. ഇത് ചിലപ്പോൾ കയ്പായി നിങ്ങൾക്ക് തോന്നാം. But this is very necessary. പക്ഷേ ഇത് വളരെ ആവശ്യമുള്ളതാണ്. In the presence of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ you will be under the authority. നിങ്ങൾ ആ അധികാരികളുടെ കീഴിലായിരിക്കും. And when the Holy Spirit is lifted up, ആമേൻ. ആ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുമ്പോൾ you will not even look eye to eye. ആമേൻ. നിങ്ങൾക്ക് നേർക്ക് നേരെ കണ്ണോട് കണ്ണ് നോക്കാൻ പോലും പക്ഷേ കഴിയില്ല. ദേവദാസൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember what the man of God said? You will not even see eye to eye. ആമേൻ. കണ്ണ് നേർക്ക് നേരെ നോക്കത്ത് പോലുമില്ല. No more prayers. ആമേൻ. പിന്നെ പ്രാർത്ഥനയില്ല. No more talk. പിന്നെ സംസാരിക്കുകയില്ല. No more talk. പിന്നെ സംസാരിക്കുകയില്ല. I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. the absence of Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. Pastors, ministers that God has given over you is to cover you. ആമേൻ. ദൈവദാസന്മാരെ നിങ്ങളുടെ മീതെ നൽകി തന്നിരിക്കുന്നത് നിങ്ങളെ ഒന്ന് സംരക്ഷിക്കുവാനാണ്. You know, when Saul was in the beginning, Saul asked everything to Samuel. ആമേൻ. സകലതും ശൗമേലിനോട് ചോദിക്കുന്ന ഒരു രീതി ആദ്യം പ്രാരംഭ ഘട്ടത്തിൽ ശൗലിനുണ്ടായി. As soon as the Holy Spirit was lifted up, ഈ പരിശുദ്ധാത്മാവ് പോയ സമയത്ത് you know what he did? എന്താ ചെയ്തെന്ന് അറിയാമോ? Anyhow, he needs some guidance. ആമേൻ. Somehow he required a guidance. So what happened is that he went to somebody who can tell soothsayers, ആമേൻ. വെളിച്ചപ്പാടിനടുത്ത് ചെല്ലുവാനിടയായി. divinations. And second thing, ആമേൻ. രണ്ടാമതായി he started making safe side stories. ആമേൻ. ചില രക്ഷപ്പെടുവാൻ കഥകൾ ഉണ്ടാക്കുവാനിടയായി. God asked Saul to kill all the Amalekites. ആമേൻ. എല്ലാ അമാലേക്യരെയും കൊന്നുകളയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. But when Samuel said, what did you do? ശൗമേൽ എന്ന് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? Why did you do that? എന്തിനാണ് നീ അത് ചെയ്തത്? Why did you spare these animals? ആമേൻ. ഈ ചില മൃഗങ്ങളെ മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണ്? Then Saul, അപ്പോൾ ശൗൽ പറഞ്ഞു, they are good for sacrifice. അത് യാഗത്തിന് നല്ല മൃഗങ്ങളാണ്. Tithe. നല്ല ദശാംശം കിട്ടുമല്ലോ. Your excuses will not work. ആമേൻ. നിങ്ങളുടെ ഒരു ഉപായവും നടക്കത്തില്ല. So that is what happens when Holy Spirit is lifted up. അപ്രകാരം സംഭവിക്കും പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റുമ്പോൾ. Why would God give a Nathan to David? ദാവീദിന് മുമ്പാകെ ഒരു നാഥാൻ പ്രവാചകനെ അയച്ചത് എന്തിനാണ്? Why would God give a Samuel to Saul? ശൗലിന് ഒരു ശൗമേലിനെ നൽകിയത് എന്തിനാണ്? Why would God give Agabus to Saul in New Testament? പുതിയ നിയമത്തിൽ പൗലോസിന് ഒരു അഗബാസിനെ കൊടുത്തത് എന്തിനാണ്? It's covering. കാരണം അതൊരു കവറിംഗ് We ആണ്. all need coverings. നമുക്ക് എല്ലാവർക്കും ഈ സംരക്ഷണം Come on, church, we ആവശ്യമാണ്. need covering. സഭയെ നമുക്കൊരു സംരക്ഷണം ആവശ്യമാണ്. Every family needs covering. ഓരോ കുടുംബത്തിലും ഈ ഒരു കവറിംഗ് ആവശ്യമാണ്. So when Holy Spirit comes in, it will make you submissive to the spiritual authority. ആമേൻ. ആത്മീയ അധികാരികൾക്ക് മുമ്പാകെ കീഴ്പ്പെടുവാൻ പരിശുദ്ധാത്മാവ് Number 5. അഞ്ചാമതായി Number 5, when the presence of Holy Spirit is here, ആമേൻ. ഈ പരിശുദ്ധാത്മാവ് ഇവിടെ വരുമ്പോൾ you will have compassion for critics. ആമേൻ. ഈ പ്രകാരം ക്രിട്ടിക്സിനോട് ഒരു കമ്പാഷൻ ഉണ്ടാവാനിടയാകും. But when the Holy Spirit is lifted up, ആമേൻ. പരിശുദ്ധാത്മാവ് എടുത്തു പോകുമ്പോൾ you will even attack friends. ആമേൻ. സുഹൃത്തുക്കളോട് പോലും യുദ്ധത്തിലേക്ക് പോകും. Let me repeat it. You didn't get it. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നി, ഞാൻ വീണ്ടും പറയാം. When the presence of Holy Spirit is here, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ even you have compassion for the critics. ഈ വിമർശിക്കുന്നവരോട് പോലും നിങ്ങൾക്ക് സഹതാപം തോന്നും. But when the Holy Spirit is lifted up, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ even good friends will become enemy. ആമേൻ. നല്ല സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറും. They will not become enemy, you will make them enemy. ആമേൻ. അവർ ശത്രുവായി പോകുന്നതല്ല, നിങ്ങൾ അവരെ ശത്രുവാക്കും. So what happened is here, എന്താണ് ഇവിടെ സംഭവിച്ചത്? after that first war, ആദ്യത്തെ യുദ്ധത്തിന് ശേഷം he came back. ആമേൻ. വീണ്ടും തിരിച്ചു വന്നു. He got victory. ആമേൻ. ജയം പ്രാപിച്ചു. Saul was victorious. ആമേൻ. ശൗൽ ജയാളിയായി. So what happened is this, എന്താണ് സംഭവിച്ചത് വെച്ചാൽ after receiving victory, people came around him. ആമേൻ. ജയം പ്രാപിച്ചതിന് ശേഷം ചുറ്റും ജനം വന്നു. Saul, ശൗലേ, there were so many people who didn't come with us. ആമേൻ. നമ്മളോട് വരാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. So many people who didn't fight with us. നമ്മളോടൊപ്പം യുദ്ധം ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. Can we go and get them here? നമുക്ക് അവരെ പോയി പിടിച്ചോണ്ട് വന്നാലോ? Kill them on the altar. അവരെല്ലാരെയും യാഗപീഠത്തിൽ കൊന്നുകളയാം. They didn't stand with us. നമ്മളോടൊപ്പം നിന്നില്ല. They didn't agree with us. നമ്മളോട് യോജിച്ചില്ല. They didn't fight with us. നമ്മളോട് യുദ്ധം ചെയ്തില്ല. Let's kill them. അവരെ കൊന്നുകളയാം. What Saul said? എന്താണ് ശൗൽ അവിടെ പറഞ്ഞത്? No. ഒരിക്കലും ചെയ്യരുത്.
They didn't agree. അതെ, അവര് സമ്മതിച്ചു, അവർ That's okay. അത് കുഴപ്പമില്ല. They are critics. ആമേൻ, അവർ വിമർശിച്ചു കാണും, That's okay. അതും കുഴപ്പമില്ല. We are not in a business to kill the critics. ആമേൻ, വിമർശകരെ കൊല്ലുന്ന ഒരു ദൗത്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. God has not given us a spirit to kill somebody. ആമേൻ, ആരെങ്കിലും കൊല്ലുന്ന ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. When the Holy Spirit is lifted up, ആമേൻ, പരിശുദ്ധാത്മാവ് എടുത്തു പോകുമ്പോൾ what happens is that എന്താ സംഭവിക്കുന്നേ? you will kill your friends. ആമേൻ, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കൊന്നുകളയും. Churches, remember one thing. സഭ ഒരു കാര്യം ഓർത്തിരിക്കണം. This church is not in a competition with any church. ആമേൻ, ഈ ഒരു സഭ മറ്റൊരു സഭയോടും ഒരു മത്സരത്തിലല്ല. Hello? ആമേൻ, We are not in competition with any church. നാം മറ്റോ ഏതോ ഒരു സഭയോടൊക്കെ മത്സരത്തിലുമല്ല. No believers are in competition. ആമേൻ, ഒരു വിശ്വാസിയും അന്യോന്യം ഒരു മത്സരത്തിലുമല്ല. ഒരുത്തന്റെ വീഴ്ച കണ്ട് കൊട്ടി ഘോഷിക്കുന്ന പെന്തിക്കോസ്തുകാരെല്ലാം ഉണ്ടെങ്കിൽ ആമേൻ, if there is any മാനസാന്തരം നിന്റെ അകത്ത് ദുരാത്മാവിരിക്കുന്നത് കൊണ്ടാ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതി പാടി ലോകം മൊത്തം നടക്കുന്നത്. Amen. When another believer falls, if you are singing it loud and if you are making a big story out of it, it is because there is an evil spirit within you. Somebody falls, have compassion. Amen. ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരോട് സഹതാപം Have ഉണ്ടാകുക. compassion. അവരോട് സഹതാപിക്കുക. When Saul became, when the Holy Spirit lifted away from Saul, ശൗലിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ he was against David. ദാവീദിനോട് എതിർത്ത് He നിൽക്കുകയാണ്. wanted to kill David. ദാവീദിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. But what David did? പക്ഷെ എന്താണ് ദാവീദ് ചെയ്തത്? What did David do? എന്താണ് ദാവീദ് ചെയ്തത്? Did he go and kill Saul? തിരിച്ചു ശൗലിനെ Did കൊന്നു. he go to all the leaders and wrote a letter? ആമേൻ, മറ്റ് നേതാക്കളുടെ അടുത്ത് ചെന്ന് കത്തെഴുതിയോ? In Facebook, did he write anything? ആമേൻ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോ? In the Instagram, did he write anything? ആമേൻ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടോ? In fact, he was saying, let not the women of Gath see the destruction of Saul and they may sin. ആമേൻ, ദാവീദ് പ്രകാരം പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ ശൗലിന്റെ പരാജയം ആരും കാണാതിരിക്കട്ടെ. He was hiding it. ആമേൻ, ഇതിനെ മറച്ചു വെക്കുവാൻ ശ്രമിച്ചു. That is the presence of Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് Friends, I പറയുന്നത്. want to let you know, പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, at least this church, ഈ സഭയെങ്കിലും please do not enjoy the fall of somebody. ആമേൻ, മറ്റൊരു വ്യക്തിയുടെ വീഴ്ചയിൽ ആരും സന്തോഷിക്കരുത്. Please do not express your joy in somebody's fall. മറ്റൊരു വ്യക്തി വീഴുമ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കരുത്. Hello? Amen. Are you with me? നിങ്ങൾ എന്നോടൊപ്പമുണ്ടോ? The last one, ആമേൻ, അവസാനത്തെ the ലക്ഷണം sign ഇതാണ്. of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അവസാനത്തെ ലക്ഷണം ഇതാണ്. You will be mission minded. ആമേൻ, നിങ്ങൾ ദൗത്യമുള്ള മനസ്സുള്ളവരായിരിക്കും. And when the Holy Spirit is lifted up, പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ you will be self promotion. ആമേൻ, സ്വയമേ പ്രഖ്യാപിക്കുവാനായിരിക്കും നിങ്ങളുടെ താല്പര്യം. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? When the Holy Spirit was upon Saul, ആമേൻ, ശൗലിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ he want to get this city. ആമേൻ, ആ പട്ടണം He പിടിച്ചെടുക്കണമായിരുന്നു. want to save Israel. ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്താൻ He want to save the kingdom of Israel. ആമേൻ, ഇസ്രായേൽ ജനത്തെ മുഴുവനായി രക്ഷപ്പെടുത്തണം. But remember what happened? പക്ഷെ എന്താണ് പിന്നീട് സംഭവിച്ചത്? As soon as the Holy Spirit was lifted up, പരിശുദ്ധാത്മാവ് വിട്ടുപോയ സമയത്ത് what was important for him? പിന്നെ തനിക്ക് എന്തായിരുന്നു പ്രാധാന്യം? My position, ആമേൻ, എന്റെ സ്ഥാനം, my king, എന്റെ രാജ്യത്വം, my kingship, എന്റെ ഈ My title. എന്റെ ഈ ടൈറ്റിൽ, my money, എന്റെ ധനം, my seat. എന്റെ കസാര. ഈ കസേരയ്ക്ക് വേണ്ടി ഓടുന്ന എല്ലാം ആമേൻ, everyone who runs behind the chair. ഒറ്റ ഒരുത്തിന് പരിശുദ്ധാത്മാവില്ല. None of- ആത്മാവുള്ള പിന്നെ പുറകെ ഓടുമോ? ആമേൻ, if anyone is filled with the Holy Spirit, No, will never do that. ആമേൻ, ഒരിക്കലുമില്ല. Hallelujah. ആമേൻ, See, this Saul, he lost everything. ആമേൻ, ശൗലിന് സകലം നഷ്ടമായി. But do you know, for 20 years, പക്ഷേ 20 വർഷക്കാലം without Holy Spirit, പരിശുദ്ധാത്മാവില്ലാതെ he was on the throne. ആമേൻ, ഇതാ സിംഹാസനത്തിൽ ഇരിക്കുവാനിടയായി. What happened? എന്താ സംഭവിച്ചേ? He dragged his sons. ആമേൻ, തന്റെ മക്കളെ എല്ലാം വലിച്ചിഴച്ചു. And what happened? എന്താ സംഭവിച്ചേ? All his sons were killed. എല്ലാ മക്കളും മരിക്കുവാനിടയായി. His own son became his enemy. ആമേൻ, തന്റെ സ്വന്തം മകൻ തന്നെ തനിക്ക് ശത്രുവായി മാറി. Everybody was slain. എല്ലാവരെയും കൊന്നുകളയുവാനിടയായി. He died, his sons died. താനും മരിച്ചു, തന്റെ മക്കളും For മരിക്കുവാനിടയായി. 20 years, 20 he വർഷക്കാലം hold on to the position. ആമേൻ, താൻ ആ സ്ഥാനത്തെ പിടിച്ചിരുന്നു. Hallelujah. ദൈവമക്കളെ, Dear children of God, when the Holy Spirit comes in, പരിശുദ്ധാത്മാവ് വരുമ്പോൾ my position is not important. ആമേൻ, എന്റെ സ്ഥാനമല്ല പ്രാധാന്യം, My chair is not important. എന്റെ ഇരിപ്പിടമല്ല, My title is not എന്റെ important. ടൈറ്റിലും അല്ല What ഇമ്പോർട്ടന്റ്. is important is the kingdom of God. ആമേൻ, ദൈവ രാജ്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. My importance is kingdom of ആ God. ദൈവ രാജ്യമാണ് പ്രാധാന്യമുള്ളത്. Hallelujah. Hallelujah. സഭയുടെ തകർച്ച അല്ല ഞാൻ കാണേണ്ടത്. I mean, I shouldn't see the destruction of church. ഓ, സഭ രണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ പൊസിഷൻ വേണം. I mean, even if the church splits, I still want to continue my സഭ position. രണ്ടാകുവാണെങ്കിൽ രണ്ടാകട്ടെ.
Amen. If the church has become നാലാകണമെങ്കിൽ നാലാകട്ടെ. if the church wants to divide into 4 മൂന്ന് പേരെ 5, കൂടി പിടിച്ചോണം, ഞാൻ പാസ്റ്ററായി Amen, വിളിക്കും. I will sit as a pastor with അത് 3 people പൊസിഷൻ അത്രയും വേണം. because I need that position. തലച്ചോറിനകത്ത് കീറിയിരിക്കുന്ന ദുരാത്മാവ്. Amen. That is the evil spirit gone into your brains. Beware. സൂക്ഷിക്കുക. In the present, if the Holy Spirit is present പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ or absent. അതോ പരിശുദ്ധാത്മാവ് ഇല്ലയോ? I want you to take this as a line of instruction as you go forward. ആമേൻ. നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധയോടെ തീരുമാനമെടുക്കണം. Can we do a soul search? നമ്മുടെ സ്വയം ഒന്ന് ശോധന ചെയ്യുവാൻ കഴിയുമോ? Can we do a soul search? നമുക്ക് സ്വയമേ ഒന്ന് സ്വയം ശോധന 6 ചെയ്യാമോ? signs I told you. 6 ലക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു. Can we commit ourselves? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? Would you close your eyes? നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. Commit yourself in the hands of God. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു How കൊടുക്കാം. many of you would love to say, എത്ര പേർക്ക് പറയുവാൻ കഴിയും? I need Holy Spirit? എനിക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. Would you please stand with me? എന്നോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? Everybody who are filled with Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സകലരും who want to carry the presence of Holy Spirit. ആമേൻ. ആ ഒരു പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് നടക്കുവാൻ ആഗ്രഹമുള്ളവർ. There is a danger. ആമേൻ. ഇതിലൊരു അപകടമുണ്ട്. When it comes, everybody knows. ആമേൻ. അത് വരുമ്പോൾ എല്ലാവരും അറിയും. But when it leaves, അത് വിട്ടുപോകുമ്പോൾ even you won't know. നിങ്ങൾ പോലും അത് But അറിയില്ല. you will be very dry. പക്ഷെ നിങ്ങൾ വളരെ ശൂന്യമായ In the അവസ്ഥയിലായിരിക്കും. 6 signs, ഈ 6 ലക്ഷണങ്ങൾ how many of you would say, എത്ര പേർക്ക് പറയുവാൻ കഴിയും? Lord, I want to continue to carry the presence of Holy ആ Spirit. ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് I തുടരണം. request you all to close your eyes. നിങ്ങൾ